അമേരിക്കയുടെ താരിഫ് സമ്മർദ്ദങ്ങൾക്കിടയിലും ഇന്ത്യയുടെ കയറ്റുമതി മേഖല പുരോഗതി കൈവരിക്കുന്നു. ഡിസംബർ മാസത്തിൽ ചൈനയിലേക്കുള്ള കയറ്റുമതിയിൽ ഇന്ത്യ ഗണ്യമായ വർധനവ് രേഖപ്പെടുത്തിയതായി വാണിജ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഒരു വാതിൽ അടയുമ്പോൾ ഇന്ത്യക്ക് മുന്നിൽ മറ്റു വാതിലുകൾ തുറന്നിരിക്കുന്നു എന്നതാണ് ഇതിന്റെ തെളിവ്. ഡിസംബറിൽ മാത്രം ഇന്ത്യയുടെ ചൈനയിലേക്കുള്ള കയറ്റുമതി മുൻ വർഷത്തെ അപേക്ഷിച്ച് 67.35% വർദ്ധിച്ച് $2.04 ബില്യൺ ഡോളറിലെത്തി. ഈ മാസം ചൈനയിലേക്കുള്ള ഇന്ത്യയുടെ ഏറ്റവും വലിയ കയറ്റുമതി ഇലക്ട്രോണിക്സ്, സമുദ്രോൽപ്പന്നങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവയായിരുന്നു. കൂടാതെ എണ്ണ അടിസ്ഥാനമാക്കിയുള്ള ഭക്ഷണങ്ങൾ, സമുദ്രോൽപ്പന്നങ്ങൾ, ടെലികമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയുടെ കയറ്റുമതിയിലും ശക്തമായ വളർച്ചയുണ്ടായി. ചൈനയിലേക്കുള്ള ചരക്ക് കയറ്റുമതിയിലും കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 10.42 ബില്യൺ ഡോളറിൽ നിന്ന് 2025 ഏപ്രിൽ ഡിസംബർ കാലയളവിൽ 14.25 ബില്യൺ ഡോളറായി ഗണ്യമായ വർധനവ് രേഖപ്പെടുത്തി. അതുപോലെ ഡിസംബറിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഗണ്യമായ വർധനവ് ഉണ്ടായെങ്കിലും അനുബന്ധ കണക്കുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കയറ്റുമതിയിൽ നേരിയ കുറവുണ്ടായി. ഏപ്രിൽ മുതൽ നവംബർ വരെയുള്ള കാലയളവിൽ ചൈനയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതിയാകെ 12.22 ബില്യൺ ഡോളറാണ്. 2025 ഇന്ത്യയുടെ ചൈനയിലേക്കുള്ള കയറ്റുമതിയും വർദ്ധിച്ചു. വാർഷിക ചൈനീസ് കസ്റ്റംസ് ഡാറ്റ പ്രകാരം 2025 ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്കുള്ള മൊത്തം കയറ്റുമതി ഏകദേശം 19.75 ബില്യൺ ഡോളറായിരുന്നു. മുൻ വർഷത്തെ അപേക്ഷിച്ച് ഏകദേശം 9.7% വർധനവ്. ഇന്ത്യ ചൈനയിലേക്ക് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ്. തുടർന്ന് മൊബൈൽ ഫോൺ ഭാഗങ്ങൾ, ഇലക്ട്രോണിക് ഘടകങ്ങൾ, OLED, ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ മൊഡ്യൂളുകൾ, അലുമിനിയം, സെമി അലുമിനിയം ഉൽപ്പന്നങ്ങൾ, സൾഫ്, കെമിക്കൽ സംസ്കൃത വസ്തുക്കൾ, ചില കാർഷിക ഉൽപ്പന്നങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ തുടങ്ങിയ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ. ചൈനയിലേക്കുള്ള സമുദ്രോൽപ്പന്നങ്ങളുടെ കയറ്റുമതിയും വർദ്ധിച്ചു. ഇലക്ട്രോണിക്സ് മേഖലയിൽ ശക്തമായ വളർച്ച കൈവരിച്ച പ്രധാന ഇനങ്ങൾ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡുകൾ, ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ മൊഡ്യൂളുകൾ, ടെലിഫോണിക്കായുള്ള മറ്റ് ഇലക്ട്രിക് ഉപകരണങ്ങൾ എന്നിവയാണ്. ഡാറ്റ പ്രകാരം ഡിസംബറിൽ ചൈനയിൽ നിന്നുള്ള കയറ്റുമതി 20% വർദ്ധിച്ച് 11.7 ബില്യൺ ഡോളറിലെത്തി. ഈ സാമ്പത്തിക വർഷത്തിലെ ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ ചൈനയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി 36.7% വർദ്ധിച്ച് 14.24 ബില്യൺ ഡോളറിലെത്തി. അതേസമയം ഇറക്കുമതി 13.46% വർദ്ധിച്ച് 95.95 ഡോളറിലും എത്തി. താൽക്കാലികമായി 9 മാസ കാലയളവിൽ ചൈനയുമായുള്ള വ്യാപാര കമ്മി 81.71 ബില്യൺ ഡോളർ വർദ്ധിച്ചു. അതേസമയം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം വഷളാക്കാൻ അമേരിക്ക ശ്രമിക്കുന്നെന്നാണ് ചൈന ആരോപിക്കുന്നത്. ചൈനയുടെ പ്രതിരോധ നയത്തെ അമേരിക്ക തെറ്റായി ചിത്രീകരിക്കുകയാണെന്നും ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാക്കാനാണ് US നീക്കമെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ ആഴ്ച US പ്രതിരോധ ആസ്ഥാനമായ പെന്റഗൺ പുറത്തുവിട്ട വാർഷിക റിപ്പോർട്ടിലാണ് പുതിയ തർക്കങ്ങൾക്ക് കാരണമായത്. ഇന്ത്യ ചൈന അതിർത്തി സംഘർഷങ്ങൾ കുറയുന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നത് തടയാനുള്ള ചൈനയുടെ തന്ത്രമെന്നാണ് പെന്റഗൺ റിപ്പോർട്ടിൽ പറഞ്ഞത്. ഈ ആരോപണങ്ങളെ ചൈന പൂർണ്ണമായും തള്ളി. ഇന്ത്യയുമായുള്ള ബന്ധത്തെ തന്ത്രപരമായും ദീർഘകാലാടിസ്ഥാനത്തിലുമുള്ള കാഴ്ചപ്പാടോടെയാണ് ചൈന കാണുന്നതെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിൻ ജിയാനും പറഞ്ഞു. അതിർത്തി പ്രശ്നം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വിഷയമാണ്. ഇതിൽ മറ്റു രാജ്യം ഇടപെടുന്നതിന്റെയോ അഭിപ്രായം പറയുന്നതിനെയോ ഞങ്ങൾ എതിർക്കുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.